അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ്. ഇന്ത്യയുടെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ 2017 മുതൽ ഞാൻ യാത്ര പോവാറുണ്ട്. പക്ഷേ ഞാൻ ജനിക്കുന്നതിന് മുൻപ് ഇന്ത്യയുടെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലൂടെ യാത്ര പോയ ഒരുപാട് മനുഷ്യർ നമുക്കുമുണ്ട്. വൈജ്ഞാനിക വിപ്ലവം തീർത്തവർ. എൻ്റെ ഈ വീഡിയോയുടെ ക്യാപ്ഷനായിട്ട് ഞാൻ ചിലരുടെ പേരിട്ടിട്ടുണ്ട്. ആ പേര് കാണുമ്പോൾ ചില മനുഷ്യർ എനിക്ക് പൊങ്കാലയും കൊണ്ട് വരുമായിരിക്കും. ചില മനുഷ്യർ എന്നോട് നിങ്ങൾ കാന്തഭക്തനാണെന്ന് ചോദിക്കും. ചില മനുഷ്യർ നിങ്ങൾ SKSF ആണെന്ന് ചോദിക്കും. ചില മനുഷ്യർ നിങ്ങൾ മുസ്ലിം ലീഗ് ആണെന്ന് ചോദിക്കും. അങ്ങനെയുള്ള മനുഷ്യരോടാണ് നിങ്ങൾക്ക് എന്നെ ഏത് രീതിയിലും വേണമെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ അടയാളപ്പെടുത്താം. അതിനെനിക്ക് യാതൊരു സങ്കടവുമില്ല. ആത്യന്തികമായിട്ട് എൻ്റെ പേര് നൂറുദ്ദീൻ ഷെയ്ഖ് എന്നായതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റേതായ ഒരു ലോകമുണ്ട്, എൻ്റേതായ ഒരു ചിന്തകളുണ്ട്, എൻ്റേതായ ഒരു യാത്രകളുണ്ട്. വൈജ്ഞാനിക വിപ്ലവം നൽകാൻ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരോടും എനിക്ക് വല്ലാത്തൊരു മുഹബത്താണ്. ഇന്ത്യയുടെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ നിരന്തരമായി യാത്ര പോകുമ്പോൾ എത്രയോ പള്ളികൾ, എത്രയോ സ്കൂളുകൾ, എത്രയോ പ്രാഥമിക വിദ്യാലയങ്ങൾ, എത്രയോ പള്ളിക്കൂടങ്ങൾ, എത്രയോ കോളേജുകൾ, എത്രയോ യൂണിവേഴ്സിറ്റികളൊക്കെ നിരന്തരമായി കാണുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഏറ്റവും കൂടുതൽ എൻ്റെ കണ്ണുകളെ ഈറനണിയിക്കാറ് ഒരു അറിവുമില്ലാത്ത കുറേ മനുഷ്യരുണ്ട്. അവർക്ക് സനാതന ധർമ്മം അറിയില്ല, ക്രൈസ്തവ ധർമ്മം അറിയില്ല, ഇസ്ലാം ധർമ്മം അറിയില്ല, സിഖ് ധർമ്മം അറിയില്ല, ജൈന ധർമ്മം അറിയില്ല. പരസ്പരം പോരടിക്കുന്ന കുറേ മനുഷ്യന്മാർ, ഒരറിവുമില്ലാതെ. അങ്ങനെയുള്ള മനുഷ്യർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ഇന്ത്യയുടെ വ്യത്യസ്തമായ ഗ്രാമങ്ങളിലൂടെ എത്രയോ വർഷം നടന്ന എല്ലാ മനുഷ്യരോടും വളരെ സ്നേഹവും വളരെ ബഹുമാനവുമാണ്. അങ്ങനെ മരണപ്പെട്ടു പോയൊരു മനുഷ്യനുണ്ട്, ശാന്തപുരം എന്ന് പറയുന്ന ഒരു ഉസ്താദാണ്, ശാന്തപുരം ബാക്കവി ഉസ്താദ്. അദ്ദേഹത്തെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടത്തുമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച മനുഷ്യർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ച മനുഷ്യർക്ക് മാത്രമാണ് അറിയാൻ കഴിയുകയുള്ളൂ. ഇന്ത്യയിലൂടെ യാത്ര പോകുമ്പില്ലേ നമ്മൾ അത്ഭുതപ്പെടും. 3.5 കോടി മനുഷ്യരിൽ നിന്നാണ് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ വിലയിരുത്തുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ നമ്മൾ 3.5 കോടി മനുഷ്യരിൽ നിന്ന് വിലയിരുത്തുമ്പോൾ നമുക്ക് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലുള്ള മനുഷ്യരെ എങ്ങനെയാണ് നമുക്കും കൂടെ ഉൾക്കൊള്ളാൻ കഴിയുക? ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, കേരളത്തിൽ അതിസമ്പന്നനായ 47,000 കോടി ആസ്തിയുള്ള MA യൂസഫലി എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ, അദ്ദേഹത്തിന് ഇന്ത്യയുടെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ എല്ലാ ഭരണ നേതൃത്വവുമായിട്ടും എല്ലാ ഗൾഫ് രാജ്യങ്ങളിലെ അറബികളുമായിട്ടും ബന്ധമുള്ള അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും MA യൂസഫലി സാറിന്റെ പേരിൽ, അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേരിലോ ഒരുപാട് വൈജ്ഞാനിക വിപ്ലവം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ അതിസമ്പന്നന്മാരായ ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്കൊക്കെയും ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ തുടങ്ങിയിട്ട് ആരും ആരോടും മതമൊന്നും പറയാതെ സ്നേഹത്തിന്റെ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർ അങ്ങനെയും, ക്രൈസ്തവ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർ അങ്ങനെയും, ഹൈന്ദവ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർ അങ്ങനെയും, ഇസ്ലാം ധർമ്മത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർ അങ്ങനെയൊക്കെ എല്ലാ മനുഷ്യരോടും നിങ്ങൾ അച്ഛനെയും അമ്മയെയും സ്നേഹിക്കണം, നിങ്ങൾ വിദ്യാസമ്പന്നരാവണം, ഇന്ത്യയുടെ പേര് ലോകത്തോളം ഉയർത്തണമെന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മൾ ചൊല്ലുന്ന പ്രതിജ്ഞയും നമ്മൾ ചൊല്ലുന്ന ദേശീയ ഗാനമൊന്നും അറിയാത്ത എത്ര മനുഷ്യരുണ്ടെന്നറിയാം ഇന്ത്യയിൽ. ഞാൻ കഴിഞ്ഞ 2017 മുതൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും നിരന്തരമായിട്ട് യാത്ര പോകുന്ന ഒരാളാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, നൂറുദ്ദീൻ ഷെയ്ഖ് അല്ലെങ്കിൽ നൂറുക്ക അല്ലെങ്കിൽ ഹബീബി അല്ലെങ്കിൽ സ്നേഹിത അല്ലെങ്കിൽ ബായ് സാബ്, ബായ്ജാൻ എന്നൊക്കെ ചോദിച്ചിട്ട്, നിങ്ങളുടെ കേരളത്തിൽ ഇന്ത്യയുടെ പണം ചെലവാകുമോ? ഗാന്ധി ചലേഗ ഉദർ, അല്ലെങ്കിൽ ഇന്ത്യ കേരളത്തിലാണോ? ഇന്ത്യ
കേരളത്തിലാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, കേരളം ഇന്ത്യയിലാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പലർക്കും അറിവില്ലല്ലോ. അങ്ങനെയുള്ള മനുഷ്യർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന എല്ലാ മനുഷ്യരോടും ഏറ്റവും സ്നേഹമാണ്. പിന്നെയുള്ളത് കുറെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന മനുഷ്യരാണ്. അവര് മദ്രസകളും സ്കൂളുകളും കോളേജുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഒരുപാട് മനുഷ്യരിലേക്ക് അന്നവും വെള്ളവും വെളിച്ചവും നൽകുന്ന മനുഷ്യരുണ്ട്. പക്ഷെ എല്ലാം നൽകുന്ന മനുഷ്യരിൽ ഉണ്ടാവുമല്ലോ സത്യത്തെ നിരക്കാത്ത പ്രവർത്തനം ചെയ്യുന്ന മനുഷ്യന്മാര്. അത് എല്ലാ വിഭാഗങ്ങളിലും ഉണ്ടാവും. അങ്ങനെയുള്ള മനുഷ്യരോടൊക്കെ എനിക്കെപ്പോഴും ഹൃദയം കൊണ്ടൊരു വേദന തോന്നാറുണ്ട്. ഇവരെന്തേ ഇങ്ങനെയെന്ന്. പക്ഷേ ഞാനിതിൽ AP ഉസ്താദിന്റെ പേര് ആദ്യം ഇടാൻ കാരണം അദ്ദേഹത്തിന് 85 വയസ്സിന് മുകളിലായിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ വ്യത്യസ്തമായ രീതിയിൽ ബാഡ് കമന്റ് എഴുതുന്ന ഒരുപാട് മനുഷ്യന്മാരെയും കാണാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണമുണ്ട്. എത്രയോ മനുഷ്യരിലേക്ക് വൈജ്ഞാനിക വിപ്ലവം കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം ആ മലപ്പുറം ജില്ലയോട് ചേർന്ന് നിൽക്കുന്ന കോഴിക്കോട് ജില്ലയിലുള്ള ആ മനുഷ്യനുണ്ട്. ഇനി മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെ ഖലീൽ ബുഹാരി എന്ന് പറയുന്ന ഒരു തങ്ങളുണ്ട്. ഇവരോടൊക്കെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്മാര് തന്നെ പല രീതിയിൽ ഹിന്ദു എന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നും ജൂതനെന്നും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി എന്നും സുന്നി എന്നും ഷിയ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പല മനുഷ്യരും വേറൊരാളെ കുറിച്ചിട്ട് എഴുതുന്നതും കാണാം. നമ്മുടെ കേരളയില്ലേ, നമ്മൾ നല്ല വിദ്യാസമ്പന്നരായ മനുഷ്യരാണ്. പക്ഷെ ആ വിദ്യാസമ്പന്നതൊക്കെ നിങ്ങൾക്ക് നന്നായി കാണണമെങ്കിലല്ലേ സോഷ്യൽ സൈബർ ഇടങ്ങളിൽ പോയിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീയോ ഏതെങ്കിലും ഒരു പുരുഷനോ ഏതെങ്കിലും ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗമോ അവർക്കിഷ്ടമുള്ള വസ്ത്രം ധരിച്ചിട്ട് സോഷ്യൽ സൈബർ ഇടങ്ങളിൽ വരുമ്പോൾ അവരെ അറഞ്ചം പുറഞ്ചം തെറി കമന്റ് എഴുതുന്ന കുറെ മനുഷ്യരെ കാണാം. അപ്പൊ ഞാൻ ആ പേരൊക്കെ ഒന്ന് വായിച്ചു നോക്കും. സനാതന ധർമ്മക്കാരുടെ പേരായിരിക്കും, ക്രൈസ്തവ ധർമ്മക്കാരുടെ പേരായിരിക്കും, ഇസ്ലാം ധർമ്മക്കാരുടെ പേരായിരിക്കും. പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഈ ധർമ്മത്തെയൊക്കെ നന്നായി ഉൾക്കൊണ്ട ഒരു മനുഷ്യനും വേറൊരാളുടെ പേഴ്സണൽ സ്പേസ് പോയിട്ട് അവരെ എല്ലാ തെറിയും വിളിക്കാൻ നിൽക്കില്ല. പിന്നെ സോഷ്യൽ മീഡിയ ആണ്. നമ്മൾ പലപ്പോഴും പല വസ്ത്രങ്ങളൊക്കെ ധരിക്കുമ്പോൾ ഒരു സ്കൂളിൽ പരിപാടിക്ക് പോകുമ്പോൾ ഒരു സ്ത്രീ ആ സ്കൂളിലെ കുട്ടികളെയും അധ്യാപകരെയും കൂടെ കണക്കിലെടുത്ത് ഒരു നല്ല വസ്ത്രമൊക്കെ ധരിച്ചു പോയാൽ നന്നായിരിക്കുമെന്ന് ഞാൻ എന്റെ മനസ്സിൽ കരുതാറുണ്ട്. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്ക് പറയാൻ ഇപ്പൊ കേരളത്തിൽ പേടിയാണ്. ഒരാളുടെ പേര് പറഞ്ഞ് നമ്മളെന്നും പറഞ്ഞാൽ, എന്റെ പേര് നൂറുദ്ദീൻ ഷെയ്ഖ് ആയതുകൊണ്ട് തന്നെ ഞാൻ 2018 ഒരു നല്ല പെടല് പെട്ട ഒരാളാണ്. ഒരാളെ സഹായിക്കാൻ പോയതിന്റെ പേരിൽ ഞാൻ എനിക്ക് തോന്നിയ ഒരു സത്യം പറഞ്ഞതിന്റെ പേരിൽ എന്നെ സോഷ്യൽ മീഡിയ അറഞ്ചം പുറഞ്ചം ആദ്യം എന്റെ കൂടെ നിൽക്കുകയും പിന്നെ എന്നെ തന്നെ മോശമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം പല മനുഷ്യരും ഒന്നും മിണ്ടാതിരിക്കുന്നത്. എങ്കിലും ഈ ലോകത്തെ മുഴുവനായി തിരുത്താൻ നമുക്കൊരാൾക്കും കഴിയുകയില്ല. എന്റെ ഈ വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോയിൽ ഒരു പ്രത്യേക ഒരു പേരും കൂടെ ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സഹോദരൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നൂറുദ്ദീൻ ഷെയ്ഖ്, നിങ്ങൾ ഇസ്ലാം മത വിശ്വാസിയാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ നിരന്തരമായിട്ട് യാത്ര ചെയ്യാൻ പോകുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഇസ്ലാം മത വിശ്വാസികൾക്ക് മാത്രമാണോ ദൈവം സ്വർഗം നൽകുള്ളൂ, അതല്ലെങ്കിൽ എല്ലാ വിശ്വാസികൾക്കും നൽകുമോ എന്നുള്ള ചോദ്യം എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവായിട്ടുണ്ട്. കാരണം ഞാൻ പോകുന്ന യാത്രയിലൊക്കെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരെയും പണക്കാരായ മനുഷ്യരെയും കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന മനുഷ്യരൊക്കെ ഞാൻ കാണാറുണ്ട്. എന്നാലോ സാധുവായ മനുഷ്യർ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്ത മനുഷ്യരും കാണാറുണ്ട്. ഈ മുഹമ്മദീയ മതം എന്ന് പറയുന്നത് ഇസ്ലാം മതം, അതിനു മുൻപ് വന്ന ഈസാ നബി അലൈഹിസ്സലാമിനെ പ്രവാചകനായിട്ട് കണക്കാക്കുന്നത്. പിന്നുള്ളത് ഈസാ നബിയുടെ അമ്മയായ മറിയം ബിവിയാണ്, അത് മാതാവായിട്ടും കണക്കാക്കുന്നത്. പിന്നുള്ളത് ഇന്ത്യയിൽ ജനിച്ച ആദൻ നബിയാണ്, അദ്ദേഹം ഇന്ത്യയും ശ്രീലങ്കയും അടങ്ങുന്ന രാജ്യത്ത് ജനിച്ചതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സനാതന ധർമ്മത്തെക്കുറിച്ചും ക്രൈസ്തവ ധർമ്മത്തെക്കുറിച്ചും ഇസ്ലാം ധർമ്മത്തെക്കുറിച്ചും മറ്റുള്ള ഒരുപാട് മതങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ചത് കൊണ്ട് തന്നെ എനിക്കറിയാം എനിക്ക് ആരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയാൻ കഴിയുമെന്ന്. കാരണം ഇത് മതങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിച്ച് പഠിച്ച ഒരുപാട് മനുഷ്യരുടെ തെറ്റിദ്ധാരണയാണ്. കുറച്ചു മുമ്പ് ഒരു കമന്റ് ഞാൻ വായിച്ചപ്പോ, അതായത് അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ മനുഷ്യരെയും മുസ്ലിങ്ങളെ മാത്രമാണ് സ്വർഗത്തിലിടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ നരകത്തിലിട്ട് ചുട്ടുകരിക്കുമെങ്കിൽ എനിക്ക് ആ ദൈവത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ആ സുഹൃത്തിനോട് സ്നേഹപൂർവ്വം എഴുതി കൊടുത്തു. മുസ്ലിം എന്ന് പറയുന്നത്
എല്ലാ മനുഷ്യരോടും പരിശുദ്ധ ഖുർആൻ പറയുന്നത്, മനുഷ്യരെ നിങ്ങൾ എല്ലാ മനുഷ്യർക്കും സ്നേഹം പങ്കിടണം, എല്ലാ മനുഷ്യർക്കും നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം നൽകണം, നിങ്ങൾ ജാതിയോ മതമോ വർഗമോ ഒന്നും പറയരുത്. എന്നിട്ടും നിങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ നിങ്ങൾ അവരോട് പറയണം, നിങ്ങൾക്ക് നിങ്ങളുടെ മതവും നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസവും നിങ്ങൾക്ക് നിങ്ങളുടെ ദീനും എന്താണ്. ഈ ദീൻ എന്നൊക്കെ പറയുമ്പോൾ പലർക്കും നൂറുദ്ദീൻ നിങ്ങൾ ദീന് പറയാൻ പാടില്ല, അത് പണ്ഡിതന്മാർ പറയട്ടെ എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. ദീൻ എന്ന് പറയുന്നത് ധർമ്മം എന്നാണ്. ഇതിലൊരു ലേഖ വിജയകുമാർ എന്ന് പറഞ്ഞ സഹോദരി കാണുന്നുണ്ട്, ഒരു അമ്മയാണത്, എനിക്ക് അവരെ അറിയില്ല. അവർക്കൊരു പക്ഷേ ഹൈന്ദവ ധർമ്മത്തെക്കുറിച്ച് നല്ല ബോധം ഉണ്ടാവും. ഹൈന്ദവ ധർമ്മം പറയുന്നത് സത്യത്തിൽ ശിവം സുന്ദരമെന്നാണ്, തത്വമസി എന്നാണ്. പരിശുദ്ധ ഖുർആനും പറയുന്നത് 1400 വർഷം മുമ്പ് വന്ന പ്രവാചകൻ അന്നത്തെ കാലഘട്ടത്തിലും അതിനു മുൻപുള്ള കാലഘട്ടത്തിലും ഇന്നത്തെ കാലഘട്ടത്തിലും ഇനി ലോകാവസാനം വരെയുള്ള മനുഷ്യരോട് സംവദിക്കുന്നത് മനുഷ്യരെ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ പല മനുഷ്യരും ഈ ഇസ്ലാമിനെ പല രീതിയിലായിരിക്കും അവർ ഉൾക്കൊണ്ടിട്ടുണ്ടാവുക. അങ്ങനെ ഉൾക്കൊള്ളുന്ന ഒരുപാട് സന്യാസിമാരുണ്ട്, ഒരുപാട് മഹർഷിമാരുണ്ട്, ഒരുപാട് ആലിമീങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ, സയ്യിദന്മാര്, ഔലിയാക്കൾ, ഇവരൊക്കെ ഉണ്ട്. ആത്യന്തികമായിട്ട് പല മനുഷ്യരും പറയും, നിങ്ങളും ഞങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ നിങ്ങളും മക്ബറയിൽ പോകുന്നുണ്ട്, പൂവ് കൊണ്ടുപോയിടുന്നുണ്ട്, അവിടെ നിങ്ങൾ സജദ ചെയ്യുന്നുണ്ടൊക്കെ, സുജൂദ് ചെയ്യുന്നുണ്ടൊക്കെ. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു അബ്ദുള്ളയുടെയും ആയിഷയുടെയും മകനായത് കൊണ്ടാണ് മുസ്ലിം നാമധാരിയായത്. പിന്നെ എനിക്ക് എല്ലാ മതങ്ങളെ കുറിച്ച് പഠിക്കുകയായിരുന്നു വേണ്ടത്. അങ്ങനെ എന്റെ യാത്രയിൽ ഞാൻ എല്ലാ മതങ്ങളെ കുറിച്ചിട്ടും പല മനുഷ്യരുടെ 10 ലക്ഷം മനുഷ്യരിലൂടെ ഞാൻ ഭക്ഷണം കൊടുത്തിട്ടും വസ്ത്രം കൊടുത്തിട്ടും വെള്ളം കൊടുത്തിട്ടൊക്കെ അവരെ കേട്ട് അവരെ പഠിച്ച് ഞാൻ കാണാത്ത ലഹരി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ കാണാത്ത ഒരു ലഹരിയും ഇല്ല. ഇന്ത്യയുടെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ എല്ലാ ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യരോട് ഞാൻ സംവദിക്കാറുണ്ട്. അവരോടൊക്കെ ഞാൻ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും വലിയ ലഹരി എന്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാമെന്ന്. അങ്ങനെ ഞാനൊരു 500ഓളം മനുഷ്യന്മാരെ ഈ മാരകമായ MDMAയും അതുപോലെ തന്നെ മാരകമായ ഈ സ്മെഗൊക്കെ ഉപയോഗിക്കുന്ന മനുഷ്യന്മാരെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ പല മനുഷ്യന്മാരും ഞാൻ ഈ മുകളിൽ എഴുതിയ പേരുകളുണ്ട്, AP ഉസ്താദ്, സുബൈർ ഹുദവി, നൂറ, അതുപോലെ തന്നെ ഫറൂഖ് നഈം ഉസ്താദ്, ഷൗക്കത്ത് അലി നഈം ഉസ്താദ് ഒക്കെ ഞാൻ പേര് ചെയ്തിട്ടുണ്ട്. ഇവരൊന്നും ഇവരുടെ പേജിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു മനുഷ്യനെ മോശകരമായിട്ട് ഒരു വാക്ക് പോലും എഴുതിയിട്ടുണ്ടാവില്ല. എനിക്ക് അറിയാം, അവരൊക്കെ മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു, ആരെങ്കിലും അവനെ മനസ്സിലാക്കിയാൽ അവന്റെ ഈശ്വരനെ മനസ്സിലാക്കി എന്നുള്ള ഒരു വലിയന് കിട്ടുന്ന ഒരു ഉത്തരം അദ്ദേഹത്തിന് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ഒരു വലി എന്ന് പറയുന്നത് പിന്നെ ഒരാളെ കുറിച്ചും ഒന്നും പറയില്ല. അവർക്കറിയാം ഈ ലോകം നാഥൻ സ്നേഹത്തോടെ പടച്ചിട്ട് നാഥന് വേണ്ടിയിട്ട് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ തമ്മിൽ തല്ലുന്നതാണ്. ദൈവം നമ്മളെ സ്നേഹത്തോടെ പടച്ചു, സ്നേഹത്തോടെ പ്രപഞ്ചത്തെ പടച്ചു, പ്രാപഞ്ചിക നാഥനാണ്. അവസാനം നമ്മൾ എത്തിപ്പെടുക സൂര്യനിലേക്കാണ്. സൂര്യനെയും പടച്ച ഒരു നാഥനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അത് തികച്ചും എന്റെ പേഴ്സണൽ വിശ്വാസമാണ്. എന്റെ വിശ്വാസം വിശ്വസിക്കാൻ ഞാൻ ഒരാളെയും നിർബന്ധിക്കാൻ പാടില്ല. കാരണം സൂറത്ത് റഹ്മാൻ എന്ന് പറയുന്ന മനോഹരമായ ഒരു സൂറത്തുണ്ട്. എത്ര മനോഹരമെന്നറിയോ സൂറത്ത് റഹ്മാൻ. അത് ഞാൻ മലയാളത്തിലും അറബിയിലും കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഓതുകയാണ്, തെറ്റുണ്ട പറയണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ പരമകാരുണികനും കരുണാനിധിയുമായ ദൈവനാമത്തിൽ തുടങ്ങുന്നു, അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങുന്നു, ഈശ്വരന്റെ നാമത്തിൽ തുടങ്ങുന്നു, ഭഗവാന്റെ നാമത്തിൽ തുടങ്ങുന്നു. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ഞാൻ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അത്രയും ഭാഷയും ഉണ്ട്, അത്രയും ദൈവങ്ങളുണ്ട്. ആത്യന്തികമായിട്ട് എല്ലാവരും പറയാ ഊപ്പർവാല ഏക്കിയ എന്ന് പറയാ, അതായത് ഒരേ ഒരു ദൈവം. പിന്നെ അവര് പഠിച്ചു വന്ന, അവരെ പഠിപ്പിച്ച, അവരെ മുൻഗാമികളായ മാതാപിതാക്കളിൽ നിന്നൊക്കെ അവർക്കൊരു മതം കിട്ടിയിട്ടുണ്ട്. ആ മതം ഏറ്റവും നന്നായി മറ്റുള്ളവരെ സ്നേഹിക്കുക, അവരോട് പങ്കുവെക്കുക. പിന്നെ ഈ മുസ്ലിങ്ങളായ മനുഷ്യരൊക്കെ നിസ്കരിക്കുന്നതൊക്കെ എന്തിനാണെന്നറിയോ? മുസ്ലിങ്ങളായ മനുഷ്യർ നിസ്കരിക്കുന്നത് ദൈവം അവർ നിസ്കരിച്ചില്ലെങ്കിലും ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷെ അവരുടെ ശരീരവും അവരുടെ ജീവിതവും ഒരു നേർരേഖയിലാവാൻ വേണ്ടി അവർ പരിശുദ്ധ ഖുർആനെ ഉൾക്കൊണ്ടുകൊണ്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് നന്നായി ജീവിക്കും. ഇപ്പൊ ഞാനൊരു യാത്രക്കാരായതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും തൊപ്പി വെക്കാറില്ല. ഈ തൊപ്പി എന്ന് പറയുന്നത് അത് വളരെ ബഹുമാനമുള്ളതാണ്. ഇപ്പൊ സിഖുകാർ തൊപ്പി വെക്കുന്നുണ്ട്, മുസ്ലിങ്ങൾ തൊപ്പി വെക്കുന്നുണ്ട്.
മറ്റുള്ള മതത്തിലൊക്കെ തൊപ്പി വെക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ ഒരു വീഡിയോ കണ്ടപ്പോ ഒരു ജൂത പണ്ഡിതൻ പറയുന്നുണ്ട്, ഇസ്രായേലിൽ അക്രമം നടത്തുന്ന മനുഷ്യർ ജൂതന്മാരെ പോലും ഉൾക്കൊള്ളുന്നവരല്ല, അവര് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ പോലുമല്ല, അവർക്ക് മറ്റുള്ള മനുഷ്യരുടെ എല്ലാ സുഖങ്ങളും എല്ലാ സൗകര്യങ്ങളും അവർക്ക് നശിപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അവരൊരു പുതിയ മതം ഉണ്ടാക്കുകയാണ്, വർഗീയതയും വെറുപ്പും പേറുന്ന ഒരു മതം ഉണ്ടാക്കുകയാണ് എന്നാണ് പറയുന്നത്. ഞാൻ ഈ മുകളിൽ എഴുതിയ എല്ലാ പേരുള്ള മനുഷ്യന്മാരോടും നിങ്ങൾ ചോദിച്ചാൽ അവര് നല്ല വൃത്തിക്ക് പറഞ്ഞു തരും. എനിക്ക് അത്ര അറിവൊന്നുമില്ല. പക്ഷെ സൂറത്ത് റഹ്മാൻ ഇങ്ങനെ പറയുന്നുണ്ട്, അർ റഹ്മാൻ കാരുണ്യവാൻ, അല്ലമൽ ഖുർആൻ, ഖലഖൽ ഇൻസാൻ, അല്ലമഹുൽ ബയാൻ, അഷ്റംസു വൽ ഖമറു ബിഹുസ്ബാൻ. സൂര്യനെയും ചന്ദ്രനെയും ചലിപ്പിക്കുന്ന നാഥൻ ഖുർആനും നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടുണ്ട്, വായിക്കപ്പെടേണ്ട ഗ്രന്ഥം വീണ്ടും വീണ്ടും വായിക്കാനും പറയുന്നുണ്ട് എന്നാണ് ഖുർആൻ ആത്യന്തികമായി പറയുന്നത്. പിന്നെ ഒരു സ്ത്രീയും പുരുഷനൊക്കെ ലോകത്തെവിടെ വേണമെങ്കിലും പോയി പഠിക്കാം. ആത്യന്തികമായിട്ട് ഫത്വ കൊടുക്കേണ്ടത്, ഫത്വ എന്ന് പറഞ്ഞാൽ അനുവാദം കൊടുക്കേണ്ടത് അവരുടെ മാതാപിതാക്കളാണ്. ഒരു സ്ത്രീക്ക് എവിടെയെങ്കിലും പഠിക്കാൻ പോകണമെങ്കിൽ അച്ഛനും അമ്മയും പറയണം, മോനെ മോളെ നീ ഇന്നത്തെ ലോകം 2025 നിന്നെ കൊത്തിപ്പറിക്കാൻ, എല്ലാ രീതിയിലും നിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കാൻ, എല്ലാ രീതിയിലും മനുഷ്യന്റെ എല്ലാ മനുഷ്യ ഗുണങ്ങളും നശിപ്പിക്കാൻ വേണ്ടി ചുറ്റും ഒരു സമൂഹമുണ്ട്. നിന്റെ ചാരിത്രത്തെയും നിന്റെ ആരോഗ്യത്തെയും വ്യത്യസ്തമായ ലഹരി പദാർത്ഥങ്ങൾ നിന്നിലേക്ക് നൽകിയിട്ട് നിന്നെ ഒരു കറിവേപ്പില പോലെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ ഒരു സമൂഹമുണ്ട്. അതുകൊണ്ടാണ് ഈ സമൂഹത്തെ തിരിച്ചറിഞ്ഞ പല മനുഷ്യരും നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ വിവാഹബന്ധം നിഷിദ്ധമായ മനുഷ്യർ വേണമെന്ന് പറയുന്നത്. ഇനി സ്വന്തമായിട്ട് വിശ്വാസമുള്ള ഒരു സ്ത്രീക്ക്, സ്വന്തമായിട്ട് വിശ്വാസമുള്ള ഒരു പുരുഷനിക്ക് അവരുടെ അച്ഛനും അമ്മയും നിക്കാഹോടുകൂടി മംഗല്യസൂത്രത്തോടു കൂടിയിട്ട് വിവാഹം കഴിച്ചുണ്ടായ മക്കളോട് പറഞ്ഞു കൊടുക്കും. അതല്ല ആരോരുമില്ലാത്ത മക്കൾ, പ്രവാചകൻ ആരോരുമില്ലാത്ത, അതായത് അച്ഛൻ മരിച്ച, ഉപ്പ മരിച്ച ഒരു യതീമായിട്ടാണ് സർവ്വലോക രക്ഷിതാവായ നാഥൻ പ്രവാചകനെ തെരഞ്ഞെടുത്തത്. മുഹമ്മദീയ മതം പറയുന്നത് അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക് വസ്ത്രവും വെള്ളവും ഭക്ഷണവും വിദ്യാഭ്യാസവും നൽകിയിട്ട് അവരോട് നീ ചേർന്ന് നിൽക്കണമെന്നാ പറയുന്നേ. അത് ഉൾക്കൊണ്ടിട്ട് ജീവിക്കുന്ന എത്രയോ ഗുരുവര്യന്മാരുണ്ട്. ഗു ഇരുട്ടും രു വെളിച്ചവുമാണ്. ഗു എന്ന് പറയുന്നത് ഇരുട്ടാണ്, രു വെളിച്ചമാണ്. അതുകൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മളെ പ്രാഥമിക വിദ്യാലയങ്ങളിലേക്കും അവിടെ നിന്ന് സ്കൂളിലേക്കും കോളേജിലൊക്കെ പറഞ്ഞു വിടുന്നത്. ഈ മദ്രസ തന്നെയാണ് സ്കൂളും കോളേജും യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞു കൊടുക്കണമായിരിക്കും എല്ലാ പണ്ഡിതന്മാരിൽ നിന്ന് ഞാൻ എപ്പോഴും എന്റെ മനസ്സിൽ കരുതാറുണ്ട്. അവരങ്ങനെ പറയുന്നുണ്ടാവും. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മളെ സോഷ്യൽ സൈബർ ഇടങ്ങളിൽ ഒരു സ്ത്രീ മരണപ്പെട്ടതിന്റെ പേരുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഉസ്താദിനെ അദ്ദേഹം ചെയ്ത് വളരെ മോശമാണ്. 2025 ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും അസുഖമുണ്ടെങ്കിൽ അദ്ദേഹം ഡോക്ടറെ അടുത്ത് പോകും. അതിനിടയിൽ വേറൊരു ഉസ്താദ് പ്രസംഗിക്കുകയാണ് ആനയും പശുക്കളൊക്കെ പ്രസവിക്കുന്നില്ലേ എന്നുള്ളത്. എനിക്ക് അവരോട് എന്താ തോന്നിയ, സങ്കടവും തോന്നി, ഒരു പുച്ഛവും തോന്നി. ആനയും പശുക്കൾക്കൊന്നും ചിരിക്കാനുള്ള കഴിവൊന്നുമില്ല, അവര് മൈക്ക് കെട്ടി പ്രസംഗിക്കൊന്നുമില്ല. നിങ്ങൾ ഈ പരിശുദ്ധമായ ദീനിനെ കളവാക്കാൻ കൂട്ടു നിൽക്കരുത്. അറിവുള്ള ഒരുപാട് മഹാന്മാരായ മനുഷ്യർ കേരളത്തിലില്ലേ, അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ. ഇനി അതല്ല, നോർത്ത് ഇന്ത്യയിൽ കേരളത്തിനേക്കാൾ അറിവുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഇനി ഹൈന്ദവ ധർമ്മവും സനാതന ധർമ്മവും വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്, വ്യത്യസ്തമായ അറിവുള്ള മനുഷ്യന്മാര്. നമ്മളിലേക്ക് ചുരുങ്ങരുത്, നമ്മൾ അറിവിലേക്ക് വലുതാവണം. നമ്മൾ പറയും സൂര്യൻ ഏറ്റവും വലുത്, 13.5 ലക്ഷം സൂര്യന്റെ ഉള്ളിലേക്ക് ഭൂമി വെച്ചാൽ വീണ്ടും സൂര്യൻ വലുതാണ്. അത് ആരും പോയി അളന്നു നോക്കിയിട്ടൊന്നുമില്ല. വീണ്ടും നമ്മളത് വിശ്വസിക്കുകയാണ്, സയൻസ് പറയുന്നത് വിശ്വസിക്കുന്നു. എന്നിട്ടും നമ്മൾ സൂര്യനാകുന്ന അറിവുള്ള മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് തെറ്റാണ്. സൂര്യനാകുന്ന അറിവുള്ള മനുഷ്യന്മാര് പ്രവാചകന്മാരാണ്. 25 പ്രവാചകന്മാർ നമ്മൾ കണ്ട പ്രവാചകന്മാരും, ഇനി നമ്മൾ വായിച്ചറിഞ്ഞ പ്രവാചകന്മാരും, 1,24,000 ഏകദേശ വിശ്വാസികളായ പ്രവാചകന്മാരൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ ആരാന്നൊക്കെ അറിയോ? ഇന്ത്യയിൽ ജനിച്ച എത്രയോ മഹത്തുക്കളായ മനുഷ്യന്മാരെ ദൈവമാക്കി ദൈവമെന്ന് പറയുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരൊക്കെ അക്രമമൊന്നും കാണിച്ചവരൊന്നുമല്ല. അവരുടെ പേരിൽ ഇന്ത്യയിൽ അക്രമം കാണിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അതുകൊണ്ട് എന്റെ ഈ വീഡിയോ കാണുന്ന പൊന്നു ചങ്ങാതിമാരൊക്കെ ഇല്ലേ, ഇന്ത്യ ഒരു തവണ കാണണം. എന്നിട്ട് ഇന്ത്യയിൽ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി പോകണം. എന്നിട്ട് ഇന്ത്യയിൽ സ്നേഹത്തിന്റെ മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ഒരു രാമരാജ്യം ഉണ്ടാവണം. ആ രാമരാജ്യം അദ്ദേഹം ആഗ്രഹിച്ചത് ടൈഗ്രിസ് നദിയുടെ തീരത്ത്
ഒരൊട്ടകം ചത്തുകിടന്നാൽ അതിനു വേണ്ടി ഞാൻ സമാധാനം പറയേണ്ടി വരുമെന്ന് പറഞ്ഞ പൊട്ടിക്കരഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വാർത്തെടുത്ത ഇസ്ലാമിന്റെ പ്രവാചകനായ 23 വർഷം കൊണ്ട് ലോകത്ത് മുഴുവൻ വൈജ്ഞാനിക വിപ്ലവം തെളിച്ച ലോകത്തെ അറിവിന്റെ സൂര്യനായ പരിശുദ്ധ പ്രവാചകനാണ്. ആ പ്രവാചകനെ പോലും പല മനുഷ്യരും പല രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മനുഷ്യരെ, ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്ത് വീഡിയോ കാണുന്നത് എല്ലാവരും ഇഷ്ടപ്പെട്ടതാണ്. സിറാജ് മലർമുല്ല എന്ന് പറയുന്ന എന്റെ ഉപ്പയുടെ ഗുരുവിന്റെ മകനാണ് കാണുന്നത്. അദ്ദേഹമൊക്കെ ശരിക്കും ഇസ്ലാമിനെ മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ്. അവരൊന്നും അവരുടെ വായിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു മനുഷ്യനെ പോലും ഒരു കുറ്റം പോലും പറയാത്ത മനുഷ്യരാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പേര് മാത്രം ഇതിൽ പരാമർശിച്ചു പോകുന്നത് എന്താണെന്നറിയോ? അദ്ദേഹത്തെയും എന്നെയും കുഞ്ഞോൻ എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവും എന്റെ ഉപ്പയും വിളിക്കാറ്. അദ്ദേഹത്തിന്റെ പേര് വെളിച്ചം എന്നാണ്. എന്റെ പേര് നൂറുദ്ദീൻ ഷെയ്ഖ്. ഏകദേശം ആ ഒരു പേരിന്റെ ഉത്തരം തന്നെ വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മള് വിദ്യാഭ്യാസം കൊടുക്കേണ്ടവരാണ്. നമ്മൾ വർഗീയത പറയുന്ന മനുഷ്യരുടെ കൂടെ നിൽക്കേണ്ടവരല്ല, അവരെ സ്നേഹത്തോടെ തിരുത്തി കൊടുക്കേണ്ടവരാണ്. കേരളത്തിലെ ജനങ്ങൾക്കില്ലേ, ഒരു കൊച്ചു യൂറോപ്പാണ് കേരളം. ഇന്ത്യയിലൂടെ യാത്ര പോകും. എന്നോട് ചോദിക്കും, നൂറുദ്ദീൻ ഷെയ്ഖ് എന്തിനാ എപ്പോഴും ഇങ്ങനെ യാത്ര പോകുന്നത്? നിങ്ങൾ എന്താണ് ഇങ്ങനെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ എനിക്ക് അവിടെയൊക്കെ പറയാനുള്ളത്, എന്നെ പടച്ച നാഥൻ അപരനിൽ ഒരു റൂഹ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ അപരനെ സന്തോഷിപ്പിക്കലാണ് നാഥനിക്കിഷ്ടം എന്ന് എനിക്ക് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടിയും അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയും നൂറുദ്ദീൻ ഷെയ്ഖ് ഒരു അക്കൗണ്ട് നമ്പർ പോലും വെക്കാതെ 10 ലക്ഷം മനുഷ്യരിലേക്ക് പോയത്. അപ്പോഴും എന്നെ കള്ളൻ എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യരൊക്കെ ഉണ്ടാവും. എനിക്ക് അവരോട് വളരെ സ്നേഹമാണ്. കാരണം മനുഷ്യൻ അവൻ അറിയാത്തതിന്റെ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ എന്നെ നിങ്ങൾക്ക് എന്തും വിളിക്കാം. അതുപോലെ മറ്റുള്ള മനുഷ്യർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പോകുന്ന മനുഷ്യരോട് നിങ്ങൾക്ക് എന്തും പറയാം. ലോകത്തെ ഏറ്റവും അറിവുള്ള മനുഷ്യൻ ആരാന്നറിയോ? ദൈവത്തിനേക്കാൾ അറിവുള്ള മനുഷ്യനാണ്. ഇത് തന്നെയാണ് സ്വർഗം. ഇവിടെ സ്വർഗം പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആരെയും ഞാൻ എന്തും ചെയ്യും. അങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ട്. എല്ലാ മനുഷ്യർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. നിങ്ങളൊക്കെ നല്ല വിദ്യാഭ്യാസവും ബിസിനസ്സൊക്കെ ഉള്ള മനുഷ്യരാണെങ്കിലേ, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ അറിവ് കിട്ടാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അങ്ങനെ അറിവ് കൊടുക്കുന്ന മനുഷ്യര് ജാതിയോ മതമോ വർഗമോ അല്ലാതെ കൊടുക്കുന്ന ഏതെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ അവരെയൊക്കെ പോയി കണ്ട് നമ്മുടെ സഹോദരന്മാർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മൾ നമ്മുടെ സമയവും സമ്പത്തൊക്കെ ചെലവഴിച്ചാൽ അത് ഏറ്റവും വലിയ പുണ്യമായിരിക്കും. നമ്മളൊക്കെ മരണപ്പെട്ടു പോകും. നമ്മളൊക്കെ ഭൂമിക്ക് മീതെ മനുഷ്യനാശൈ, മനുഷ്യന് മീതെ ഭൂമിക്കാശൈ എന്നാണ്. നമുക്ക് ഭൂമിയുടെ മുകളിൽ എന്തൊക്കെയോ കെട്ടിപ്പൊക്കാനുള്ള ആഗ്രഹമാണ്. നമ്മളെ മണ്ണിലേക്ക് എടുക്കാൻ മണ്ണിനും ആഗ്രഹമുണ്ട്. കുറച്ചു കാലം ഞാനും നിങ്ങളൊക്കെ ജീവിക്കുള്ളൂ. അതുകൊണ്ട് പരസ്പരം വർഗീയതൊന്നും പറയാതെ എല്ലാ നാടിനെയും സ്നേഹിച്ച് വർഗീയത പറയുന്ന മനുഷ്യരോടൊക്കെ സ്നേഹത്തോട്, അവരെ തെറി പറഞ്ഞ് തിരുത്തരുത്. തെറി പറഞ്ഞ് തിരുത്തിയാലില്ലേ നമ്മളും അവരൊക്കെ ഒരു വ്യത്യാസമില്ലാത്ത മനുഷ്യന്മാരായി പോകും. അതുകൊണ്ട് തന്നെ എനിക്കും നിങ്ങൾക്കുള്ള മനോഹരമായ പേരുണ്ട്. ആ പേര് മനോഹരമാണ്. നിങ്ങൾക്ക് തൊപ്പി വെക്കാം, താടി വെക്കാം, നല്ല വസ്ത്രം ധരിക്കാം, നല്ല ഭക്ഷണം ധരിക്കാം, വ്ളോഗ് ചെയ്യാം, വീഡിയോ ചെയ്യാം, നിങ്ങൾക്ക് എവിടെയും യാത്ര പോകാം. ഖുർആൻ പറയാണ് ആണിനോടും പെണ്ണിനോടൊക്കെ എല്ലാ സ്ഥലത്തും യാത്ര പോകാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏത് രീതിയിലാണ് നിങ്ങളൊക്കെ ഇസ്ലാമിനെയും ക്രൈസ്തവ ധർമ്മത്തിനെയും ഹൈന്ദവ ധർമ്മത്തിനെയും മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. ഈ ധർമ്മം യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ട ഒരു മനുഷ്യനും അവരന്റെ ദുഃഖത്തിൽ സന്തോഷിക്കില്ല. ഇപ്പൊ വഖഫിന്റെ വിഷയമൊക്കെ വരുമ്പോൾ നമുക്കറിയാം, ഇന്ന് നാളെ ഞാൻ ഇന്ന് നമ്മള് നാളെ നീ എന്നാണ് ഇന്ത്യയിലൂടെ യാത്ര പോകുമ്പോൾ മനസ്സിലാവുക. അതുകൊണ്ട് പരസ്പരം സ്നേഹിച്ചും പരസ്പരം ചേർത്ത് പിടിച്ചും കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം ഇന്ത്യക്ക് വെളിച്ചമാകുന്ന ഒരു സിറാജ് ആവട്ടെ, ഒരു വെളിച്ചമാകട്ടെ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമയം ചെലവഴിക്കേണ്ടത്. നമ്മൾ ഈ 95% വിദ്യാഭ്യാസം നേടിയിട്ട് നമ്മൾ തന്നെ പരസ്പരം ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനൊക്കെ പറഞ്ഞ് വർഗീയത തല്ലുകയാണെങ്കിലേ അതൊക്കെ വലിയ തെറ്റാണ്. വരും തലമുറക്ക് നമുക്ക് കൊടുക്കാൻ നമ്മൾ പഠിച്ച ഭാരതത്തിന്റെ ഭാരതത്തിനെ ഞാൻ അമ്മ എന്നാ പറയുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഭൂമിയിലേക്ക് തിരിച്ചു പോകേണ്ട, ജമീനിലേക്ക് തിരിച്ചു പോകേണ്ട മനുഷ്യരാണ്. ചിലർ വായുവിലേക്ക് ലയിക്കേണ്ടവരാണ്. അതൊക്കെ പ്രകൃതിയിൽ തന്നെയാണല്ലോ ലയിക്കുന്നത്. പ്രപഞ്ചത്തോട് നന്ദികേട് കാണിക്കാതിരിക്കലാണ് നമ്മളെ പടച്ച നാഥനോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ നീതി. ഹൃദയ വിശുദ്ധിയോട് കൂടിയിട്ട് സുജൂദ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഭഗവാനെ, ഈശ്വര, ദൈവമേ, അൽഹംദുലില്ലാ എന്ന് പറയുന്നവർക്ക് അങ്ങനെയും പറയാം. എങ്കിലും നിങ്ങൾ അവരെ ദ്രോഹിക്കാതിരിക്കുക. അതുകൊണ്ടായിരിക്കാം ശ്രീ നാരായണ ഗുരുസ്വാമികളൊക്കെ ഒരു ജാതി
ഒരു മതം, ഒരു ദൈവം എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാം അവരുടെയൊക്കെ മനസ്സിൽ എന്താ ചിന്ത എന്നൊക്കെ. അതുകൊണ്ട് നമുക്ക് മുൻകഴിഞ്ഞു പോയ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അവരൊക്കെ നമുക്ക് വേണ്ടി ഒരുപാട് മരങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. നമ്മൾ വീണ്ടും മരങ്ങളൊക്കെ നടുക. നമുക്ക് വേണ്ടി എന്റെ ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞ പൊട്ടിക്കരഞ്ഞൊരു പ്രവാചകനുണ്ട്. 25 പ്രവാചകന്മാരിൽ അങ്ങനെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന പ്രവാചകൻ, നിങ്ങളുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്നുകൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പലരും പല രീതിയിലാണ് ഖുർആനൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ഈ കാണുന്നതൊക്കെ വ്യത്യസ്തരായ മനുഷ്യർക്ക് വ്യത്യസ്തമായ മതങ്ങളാണ്. ആ മതങ്ങളൊക്കെ സ്നേഹത്തിന്റെ മതങ്ങളാണ്. ദൈവം സ്നേഹിക്കാൻ വേണ്ടി നമ്മളൊക്കെ നല്ല മനുഷ്യരായിട്ട് മറ്റുള്ള മനുഷ്യരോട് കാരുണ്യം കാണിക്കാൻ വേണ്ടി നമ്മളെ പടച്ചിട്ട് നമ്മൾ ആ ദൈവത്തെ പോലും കളവാക്കിയിട്ട് നമ്മൾ ഈ ലോകത്തുള്ള മനുഷ്യരെ മുഴുവൻ തമ്മിത്തെല്ലിക്കുന്ന മനുഷ്യരാവാതിരിക്കാൻ ശ്രമിക്കുക. ഇനി നല്ല ഒരുപാട് മനുഷ്യരുണ്ട്. ഇപ്പൊ ഞാൻ കമന്റിൽ ചെയ്ത മനുഷ്യരൊക്കെ ഉണ്ട്. അവരൊക്കെ അവരുടെ സമയം കൂടെ ദൈവത്തിന് സമർപ്പിച്ചിട്ട് ഒരുപാട് മനുഷ്യർക്ക് വൈജ്ഞാനിക വിപ്ലവം ഉണ്ടാവാൻ വേണ്ടി നിരന്തരമായി ആഗ്രഹിക്കുന്ന മനുഷ്യരാണ്. അവരെയൊന്നും നമ്മൾ വന്നിച്ചില്ലേലും നിന്ദിക്കാതിരിക്കുക. ഇനി അവരുടെ ശിഷ്യന്മാരെ ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും. അവർക്കൊന്നും അറിവുണ്ടായിക്കൊള്ളുന്നില്ല. അവരൊന്നും ഇസ്ലാമിന്റെ അട്ടിപ്പേറവകാശം ഏറ്റെടുത്ത മനുഷ്യന്മാരൊന്നുമല്ല. അവരെ തിരുത്തി കൊടുക്കാൻ ഇവരും തയ്യാറായിട്ടുണ്ട് ഒരുപാട് തവണ. ഇവരും മനോഹരമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ എല്ലാം ഉൾക്കൊള്ളാൻ ഇവർക്ക് തയ്യാറാവണ്ടേ? അതുകൊണ്ട് എന്ത് പറയുമ്പോഴും നിങ്ങൾ അവരവരുടെ വിശ്വാസത്തിലെ ദൈവത്തെയും അവരവരുടെ വിശ്വാസത്തിലെ പ്രവാചകന്മാരെയൊക്കെ അപമാനിക്കാതിരിക്കാൻ ശ്രമിക്കാനുള്ള ഒരു ബുദ്ധിയെങ്കിലും കണ്ടെത്തുക. ഇനി നിങ്ങൾ ഫേസ്ബുക്ക് തപ്പിയെടുക്കുക. ഫേക്ക് അക്കൗണ്ടുകളായ ഒരുപാട് മനുഷ്യരുണ്ടാവും. അവരാരെക്കുറിച്ചും എന്തും പറയും, എന്തും എഴുതും. ഏത് വസ്ത്രധാരണത്തെയും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നന്മയും അവരുടെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി എന്തും പറയും. നിങ്ങൾക്കെന്നെ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയാം. പക്ഷെ ഞാൻ ഏകനായ നാഥനിൽ വിശ്വസിക്കുന്ന പരിശുദ്ധ പ്രവാചകൻ അള്ളാഹുവിന്റെ പ്രവാചകൻ വിശ്വസിക്കുന്ന നൂറുദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന പേരിനോട് ഏറ്റവും നീതി കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് കരുതി ഞാൻ പരിശുദ്ധമായ ഗ്രന്ഥങ്ങളുടെ നടുക്കണ്ടമൊന്നും ആവാൻ എനിക്ക് കഴിയില്ല. എല്ലാ മനുഷ്യരും അവരവരുടെ നഫ്സിന് വേണ്ടിയിട്ട് ദൈവത്തെ കളവാക്കിയവരാണ്. അതായത് നമ്മൾക്കൊരുപാട് ചിന്തകൾ ഉണ്ടാവും, നമുക്കൊരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ പ്രകൃതിയോടും പട്ടിയോടും പൂച്ചയോടും മൃഗങ്ങളോടും മനുഷ്യരോടൊക്കെ നമ്മൾ അഹന്തയും അഹങ്കാരവും കിബറൊക്കെ കാട്ടി നടക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ഒറ്റ മനുഷ്യരുടെയും ഒരൊറ്റ ആലയങ്ങളിൽ പോയിട്ടുള്ള ഒരൊറ്റ ഇബാദത്തും ലോകം പടച്ച നാഥനിക്ക് ആവശ്യം ഉണ്ടാവില്ല. ഹൃദയവിശുദ്ധിയോടുകൂടി അവരനെ സ്നേഹിക്കുന്ന, അവരനോട് നല്ല വാക്ക് പറയുന്ന, എന്നിട്ട് വീണ്ടും മുസ്ലിങ്ങളെ ആയ മനുഷ്യന്മാരൊക്കെ സുജൂദ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? അവര് സമർപ്പിക്കുകയാണ് ദൈവത്തിന്. പലർക്കും അത് അറിയില്ല. അറിയുന്ന മനുഷ്യരുണ്ടാവാം. അവരെന്നെ തിരുത്തണം. ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. സർവ്വലോക രക്ഷിതാവായ നാഥൻ എല്ലാവർക്കും എല്ലാ പഠനങ്ങളും നടത്താനുള്ള എല്ലാ കഴിവും നൽകട്ടെ. ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ യാത്ര പോകുമ്പോൾ അറിവില്ലാത്ത മനുഷ്യരിലേക്ക് അറിവ് കൊടുക്കാൻ വേണ്ടി നമുക്കൊക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ അറിവും ഉണ്ടാവട്ടെ. സ്നേഹപൂർവ്വം ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ്.